ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സോയാബീൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അപ്പോൾ ഇന്ന് സോയാബീൻ ആണെങ്കിൽ വെള്ളത്തിലിട്ട് നല്ലതായിട്ട് അരമണിക്കൂർ ചൂടുവെള്ളത്തിൻ്റെ അകത്തിട്ടു. അത് പിന്നെ നല്ലതായിട്ട് കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് സവാള ഒരു 6 കുഞ്ഞ് സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഇത്രയുമാണ് ഇതിൻ്റെ വേണ്ടുന്ന സാധനങ്ങൾ. ബാക്കി കാണിക്കാം. അപ്പോൾ സോയാബീൻ കറി വെക്കാൻ വേണ്ടി കടുക് വറുക്കുവാണ്. അതിനകത്ത് കൊച്ചുള്ളി കറിവേപ്പില എല്ലാം ഇട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് അതൊന്ന് മൂക്കുണ്ട്. അങ്ങനെ തേങ്ങ മൂത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഒന്നുകൂടെ മുട്ടിക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഇട്ടു, സവാള, ഇച്ചിരി കൂടെ മൂക്കാനുണ്ട്. അപ്പോൾ സവാള എല്ലാം നല്ലതായിട്ട് വഴറ്റി ഈ പരുവത്തിൽ നല്ലതായിട്ട് വഴറ്റുക. ഇനി പൊടികൾ ഇടാൻ പോവാണ്. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മസാല, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മസാലപ്പൊടി എല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റിയിട്ട് സോയാബീൻ കരുത്തിട്ട് ഇടുക. 1 സ്പൂൺ അല്ല, 1 സ്പൂൺ ആയിട്ടാണ് മസാല. ഇനിയിപ്പോൾ ഇതിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്ന് പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ടല്ലേ. ഇനി അകത്തിടുക. ഇനി അടച്ച് കുറച്ച് നേരം വെച്ച് വേവിക്കുക. ഉപ്പിടും. ശകലം കൂടെ വെള്ളം വേണം. ഉപ്പ് കുറച്ചൊഴിച്ചു. വെള്ളം ഇച്ചിരിയും കൂടെ വെള്ളം കൂടെ വേണം. പറ്റിച്ചെടുക്കാനായിട്ട് അതറിയാക്കണം. അങ്ങനെ കറി പറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് കുരുക്കലം കുഴിമുളക് പൊടി എടുത്തേക്കാം. ഒരു രുചി കിട്ടും. അതിൽ ഇതിന് നല്ല രുചിയുണ്ട്. അങ്ങനെ പറ്റിയിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഇവിടെ കറി റെഡിയായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയായിട്ട് വെച്ചിട്ട് പിന്നെ അതൊന്ന് ചാറൊക്കെ ഒന്ന് പറ്റിച്ച് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.